ഇപ്പോൾ നമ്മൾ കാണുന്നത് റിലയൻസ് കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ധീരുഭായ് അംബാനിയെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ്. അത് പറയുന്നത് പ്രകാരമാണ്, പാവപ്പെട്ടവനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അതൊരു കുറ്റകൃത്യമല്ല. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് അത് ദാരിദ്ര്യത്തിന് തുല്യമാണ്. അപ്പോൾ അംബാനിയെക്കുറിച്ച് പറയുന്നത് യമനിലുള്ള ഒരു ഗ്യാസ് അറ്റൻഡൻ്റായിട്ട് ജീവിതം തുടങ്ങിയവനാണ്. അദ്ദേഹത്തിന് പൈസയില്ല, വീട്ടിൽ മസിൽ പവറില്ല, മണി പവറില്ല, പറയത്തക്കോണമുള്ള പ്രൊഫഷണൽ ഡിഗ്രി ഇല്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യമനിൽ ഗ്യാസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പെട്രോളിയത്തിൻ്റെ അനധികൃത സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഒരു റിഫൈനറി തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്. അതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അദ്ദേഹം അത് വിജയിപ്പിച്ചു. അദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. നടക്കാനൊരു സാധ്യതയില്ലാത്ത ഒരു കാര്യം അതെങ്ങനെ നടത്തി എടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ഉണ്ടായിരുന്നു. കുടുംബസ്വത്ത് കിട്ടി, ഇവിടുന്ന് ലോൺ കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ച് ജീവിതത്തിൽ കയറിപ്പോകുന്നവരുണ്ട്. ഒന്നുമില്ലാതെയും ജീവിതത്തിൽ കയറിപ്പോകുന്നവരുണ്ട്. അംബാനി എന്ന ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായിരുന്നു. പിന്നീട് അദ്ദേഹം ദശലക്ഷം കോടി വിറ്റുവരെയുള്ള ഒരു സാമ്രാജ്യത്തിന് ഉടമയായി തീർന്നു. ഇന്നും ആ സാമ്രാജ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. മുകേഷ് അംബാനിയുടെ കീഴിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശതകോടികളാണ് വരുമാനമുള്ളത്. അവർ തൊടാത്ത മേഖലകളിലില്ല, അവർ ചെയ്യാത്ത ബിസിനസ്സുകളിലില്ല. മൊബൈൽ നെറ്റ്വർക്കിംഗ്, ഇരുമ്പുരുക്ക് മേഖലകൾ, പെട്രോളിയം മേഖലകൾ, കൃഷി, IT മേഖല, സിനിമാ മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും റിലയൻസ് അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ കാരണം ഒരാളുടെ ദർശനമാണ്. ഒരാൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിത്രമുണ്ടായിരുന്നു. അതെങ്ങനെയായി തീരണം, ഏത് രീതിയിൽ തീരണം, ഏത് രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ വ്യക്തമായിട്ടൊരു ചിത്രം ഉള്ളതുകൊണ്ടാണ് റിലയൻസ് പടർന്ന് പന്തലിച്ച് വലിയൊരു സാമ്രാജ്യമായിട്ട് മാറിയത്. ധീരുഭായ് അംബാനിയെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ളവർ ഇന്ന് ഒരുപക്ഷെ റിലയൻസ് കമ്പനിയിൽ കുറവായിരിക്കും. പക്ഷേ ഒരു കമ്പനി അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ബേസ് വേണം. അപ്പോൾ അതെങ്ങനെയായിത്തീരണം, ഏത് രീതിയിൽ തീരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ചിത്രം ഉണ്ടായിരിക്കണം. ആ ചിത്രം ധീരുഭായ് അംബാനിക്ക് ഉണ്ടായിരുന്നു.